ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മാവ് നമ്മൾ നട്ടു വളർത്തുന്നതിന് മറ്റ് വൃക്ഷങ്ങൾ നട്ടു വളർത്തുന്നതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. എന്നുവെച്ചാൽ മാവിന് മാത്രമായിട്ട് ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ്. മാവിന് മാത്രമല്ല, ചന്ദന മരത്തിനും ഇതേ പ്രത്യേകതയുണ്ട്. അപ്പോൾ എന്താണ് ആ പ്രത്യേകതയെന്ന് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 വർഷത്തെ മാവിൻ തൈകളുടെ വളർച്ച പകുതിയായി മുരടിച്ചു പോകുന്നുള്ളതാണ്. നമ്മൾ ആരും ഇത് ശ്രദ്ധിക്കാറില്ല. ഇങ്ങനൊരു കാര്യം നമ്മളിൽ പലർക്കും അറിയില്ല. അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഞാൻ ഒരു ഗ്രോ ബാഗിൽ നട്ടു വളർത്തുന്ന ഒരു മാവിൻ്റെ തൈയാണ്. അപ്പോൾ ഈ തൈ ഇപ്പോൾ നന്നായിട്ട് തളിർത്ത് നിൽപ്പുണ്ട്, ഒരുപാട് തളിരിട്ട് നിൽപ്പുണ്ടല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും തളിരുകൾ ഈ മാവിലുണ്ടായിരുന്നില്ല. ശരിക്കും ഈ മാവിനിപ്പോൾ ഏകദേശം 1 വർഷം പ്രായമുണ്ട്. ഞാനിത് കൊണ്ടുവന്ന സമയത്ത് ഇത് ഏകദേശം ഒരു 2 മാസത്തോളം വളർച്ചയുള്ളതായിരുന്നു. ഇപ്പോൾ ഏകദേശം 10 മാസമായി. ഇപ്പോൾ ഒരു വയസ്സ് നമുക്ക് കണക്കാക്കാം. ഈ കഴിഞ്ഞ ഒരു 3 മാസത്തോളമായിട്ട് എൻ്റെ ഈ മാവിൻ തൈ വളർച്ച മുരടിച്ച് നിൽക്കുകയായിരുന്നു പൂർണ്ണമായിട്ടും. 3 മാസം കൊണ്ട് ഇത് വളരുന്നേ ഇല്ലായിരുന്നു. വളരുന്നില്ല എന്ന് പറഞ്ഞാൽ പുതിയ തളിർപ്പുകൾ വരുന്നില്ലായിരുന്നു. ഈ പച്ച തളിർപ്പുകൾ ഇങ്ങനെ വന്ന് നിന്നത് 3 മാസത്തിന് മുമ്പാണ് ഈ ഇലകൾ വന്ന് നിന്നത്. അതിനുശേഷം ഈ മാവ് യാതൊരു രീതിയിലും തളർക്കുന്നതേ ഇല്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വിചാരിച്ചു വളത്തിൻ്റെ കുറവായിരിക്കും, ഞാനിങ്ങനെ ഈ പ്രത്യേകിച്ച് കെമിക്കൽസ് ചേർന്ന വളങ്ങളൊന്നും ഇടാറില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ചാണകം കൊണ്ടുവന്ന് ഇട്ട് നോക്കി, യാതൊരു രക്ഷയില്ല. കോഴിക്കാരം കൊണ്ടിട്ട് നോക്കി, എന്നിട്ടും ഇതിന് തിളിർപ്പുകൾ വരുന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാനിതിനെ പറ്റിയിട്ട് യൂട്യൂബിലും അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു. പക്ഷേ യൂട്യൂബ് വീഡിയോകളിൽ നിന്നൊന്നും വിശദമായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ യാതൊരു അറിവും കിട്ടിയില്ല. അങ്ങനെ ഗൂഗിളിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. ആ ആർട്ടിക്കിളിൽ ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ മാവിൻ്റെയൊക്കെ ചോട്ടിൽ ഈ വരുന്ന കളകളിൽ ഈ കളകൾ നമ്മൾ പറിക്കാൻ പാടില്ലായിരുന്നു. ഈ കളകൾ പറിക്കാതിരുന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 3 വർഷത്തേക്ക് മാവിൻ്റെ വളർച്ച വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ആർട്ടിക്കിൾ ഞാൻ കണ്ടു. അത് മാവിന് മാത്രമല്ല, ചന്ദന തൈകൾക്കും ഇതേ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പിന്നെ ഇതിൻ്റെ ഈ കളകളൊന്നും പറിക്കാതെ, മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. ഒരു 3 മാസം മുമ്പ് ഇതിൻ്റെ ചുവട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, 3 മാസമല്ല, ഇപ്പോൾ ഏകദേശം ഒരു മാസം മുമ്പ് വരെ ഇതിൻ്റെ ചുവട് നോക്കുകയാണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനിതിൻ്റെ കളകൾ പറിക്കുന്നില്ല. ഈ കളകൾ പറിക്കാതായി കണ്ടത് ഈ ചെടിയൊക്കെ അത് ഇത്രയും വളർച്ച എത്തിയപ്പോഴാണ്. ഇപ്പോഴും ഒരു 3-4 ദിവസമായതേ ഉള്ളൂ. ഇതിങ്ങനെ നന്നായിട്ട് തളിരിട്ടത്. ഇതുവരെ തളിരിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകതയെന്ന് വെച്ചാൽ, ഈ താഴെ നിൽക്കുന്ന ഈ പരാത സസ്യങ്ങളെന്ന് പറയും. ഇതിനെ പരാത സസ്യങ്ങളെന്നാണ് പറയുന്നത്, കളകളെന്ന് നമ്മൾ പറയുമെങ്കിലും. അപ്പോൾ ഈ പരാത സസ്യങ്ങളുടെ വേരുകളിൽ നിന്ന് കിട്ടുന്ന ചില പ്രത്യേകതരം പോഷണങ്ങളുണ്ട്, ചില നൈട്രേറ്റുകളും സംഭവങ്ങളും. അത് നമ്മൾ എത്ര വളമിട്ട് കൊടുത്താലും ഈ ഒരു പോഷണത്തിനോളം ആ വളങ്ങളൊന്നും തുല്യമാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പോഷണങ്ങൾ ഇതിൻ്റെ ചുവട്ടിൽ വളരുന്ന ഈ പരാത സസ്യങ്ങളുടെ വേരുകളിൽ നിന്ന് കിട്ടുന്ന നൈട്രേറ്റുകളും മറ്റും ഈ മാവിൻ തൈകളുടെ ആദ്യത്തെ 3 വർഷത്തെ വളർച്ചയ്ക്ക് വളരെ അനുയോജ്യമാണെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ മാവ് ഇപ്പോൾ ഇത്രയും ഇങ്ങനെ പൂത്തല്ല ഇങ്ങനെ തളിരിട്ട് നിൽക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം പലർക്കും അറിയില്ല. അറിയാത്ത ആളുകൾ എന്ത് എന്ന് വെച്ചാൽ, ഇതിൻ്റെ ചുവട്ടിൽ ഞാനിപ്പോൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിലെ കളകളൊക്കെ പറിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ചിലപ്പോൾ അല്ലാതെ തന്നെ വളരുമായിരിക്കും. പക്ഷേ നമ്മൾ കൃത്രിമമായ പല വളങ്ങളും രാസവളങ്ങളും ചിലപ്പോൾ ചേർക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു 3 വർഷത്തെ വളർച്ചയ്ക്ക് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ചാണകം പോലും ഇട്ട് കൊടുത്തില്ല എങ്കിൽ പോലും അതിൽ മണ്ണും നല്ല വെള്ളവും അതുപോലെ തന്നെ അതിൻ്റെ ചുവട്ടിൽ ഇതുപോലുള്ള പരാത സസ്യങ്ങൾ വളരാൻ നമ്മൾ അനുവദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നന്നായി വളരുമെന്നുള്ളതാണ്. ഇതേ സെയിം മെത്തേഡാണ് ചന്ദന മരത്തിലും എന്നുള്ളതാണ് ഞാൻ ആ ആർട്ടിക്കിളിൽ നിന്നും വായിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഗ്രോ ബാഗിലോ അങ്ങനെ എന്തിലെങ്കിലുമൊക്കെ മാവ് ഇങ്ങനെ ഗ്രോ ബാഗിലും നല്ല മണ്ണിൽ നട്ട് വളർത്തിയാലും ഇത് ബാധകമാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് മാത്രമല്ല മനസ്സിലായത് എനിക്ക്, ഇതേ ഒരു തൈ ഇതുപോലത്തെ വേറൊരു തൈ ഞാൻ ടെറസിൽ വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു ബാരലിൽ വെച്ചിട്ടുണ്ട്. അതിലും ഇതേ റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് എന്നുള്ളതാണ്. അപ്പോൾ ഏതായിരുന്നാലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ മാവൊക്കെ നട്ട് വളർത്തുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഈ കളകളൊക്കെ പറിച്ച് കളയുന്ന ആൾക്കാരാണെങ്കിൽ കളകൾ പറിച്ച് കളയാതിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാവ് കുറച്ചുകൂടി ബെറ്ററായിട്ട് വളർന്നു വരുന്നതാണ്. അപ്പോൾ ഏതായിരുന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ.